അധ്വാനിച്ച് ജീവിക്കുന്ന മഹാനാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പലപ്പോഴും അവിടുത്തെ ജോലി പുല്ലരിഞ്ഞുകൊണ്ട് മദീന മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കലാണ്. വീട് മേയാൻ ഉപയോഗിക്കുന്ന നീളമുള്ള പുല്ലുണ്ട്. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ അതുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മേയാത്തോണ്ട് ആ പുല്ലൻ അങ്ങ് മാറിപ്പോയി. പുല്ലിന് ആവശ്യമില്ലല്ലോ ആർക്കും, അതുകൊണ്ട് പുല്ലന്നെ മാറി. പുല്ലുള്ള സ്ഥലത്തൊക്കെ വേറെ പലതും വന്നു. മുമ്പ് അങ്ങനെയല്ല. മുമ്പ് നമ്മളെ നാട്ടിൽ ആലയുണ്ടാക്കുന്ന അതിന് മേയാനും ഇത് തന്നെയാണ്. ഇന്ന് ആലകളൊക്കെ വാർപ്പിന്റെ ആലല്ലേ. ആലകള് കോഴിക്കോട് വരെ വാർപ്പിന്റെ ആണ്. പരമേയാനൊക്കെ തന്നെയാണ്. പിന്നെ അടുക്കള ഭാഗത്ത് ഒരു ചെറിയ റൂമുണ്ടാക്കും, വിറകിടാനും മറ്റുമൊക്കെ ഒരു ചെറിയ ഒരു ആല. വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടുവെക്കാനൊക്കെ, കേടായത് വെക്കാനൊക്കെ അതിനുണ്ടാകും ഒരു പുല്ല് മേഞ്ഞ പോലെ. ഇന്നത് കുറവാണ്. അങ്ങനെയുള്ള പുല്ല് വെട്ടിയിട്ട് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി ജീവിച്ചിരുന്ന മഹാനായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്നിട്ടും സഹോദരങ്ങളെ നല്ല മനസ്സമാധാനം കിട്ടാൻ, യാതൊരു പരാതിയില്ലാത്ത സ്വസ്ഥതയുള്ള ഇബാദത്തിന് നല്ല സൗന്ദര്യമുള്ള ജീവിതം. എന്താ കാരണം? ഈ ദിക്ർ പതിവാക്കി വിടാതെ കൊണ്ടു നടന്നു. അതിന്റെ പിറകിലങ്ങ് പിടിച്ചു. 10-30 വർഷങ്ങൾക്ക് ശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ അനുഭവം പങ്കുവെച്ചിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു. അന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹു പറയുമ്പോ ഹയാത്തിലില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 6 മാസക്കാലമേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടുള്ളൂ. ഉടനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇത് പറയുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇല്ല. 10-20 വർഷങ്ങൾക്ക് ശേഷം മഹാനവറുകൾ പറയാണ്, അന്ന് ഞാനും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും ഒരുമിച്ച് കിടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പഠിപ്പിച്ചു തന്ന 100 ദിക്റില്ലേ, അന്നു മുതൽ ഇന്ന് വരെ ഒരൊറ്റ രാത്രിയും ഞാനത് ഒഴിവാക്കിയിട്ടില്ല. പറയാൻ പറ്റുമോ സഹോദരങ്ങളെ, സഹോദരിമാരെ? 5 വക്ത് നിസ്കാര ശേഷം നമുക്കില്ലേ ഒരു 110 ദിക്റ് കൃത്യമായി ചൊല്ലിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ചിലര് മാരിബിനാകുമ്പോ പറയും മാരിബിന് അങ്ങനെ ചൊല്ലേണ്ടേയില്ല, ആയത്തിൽ കുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ദ്വാരുന്നാ മതി. മാരിബിന് ചൊല്ലണം, ദ്വാരുന്നോണ്ട് ദിക്റ് മുടങ്ങേണ്ടിയില്ല, പിന്നെയും ചൊല്ലാലോ. ദ്വാ നേരത്തെ നടത്തിയിരുന്നിട്ട് ദിക്റ് എന്തിനാ മുടങ്ങണ്? ദിക്റ് അവിടെ ഇരുന്ന് ചൊല്ലാലോ. ദ്വാ നടത്തുന്നതിനെതിരുമല്ല, ദ്വാ നടത്തിക്കോട്ടെ. ചില നാട്ടിൽ അങ്ങനെ പതിവുണ്ടാകും. മഗ്‌രിബിന്റെ സുന്നത്തും കൂടി കുറച്ചുകൂടി നേരത്തെ നിസ്കരിക്കാന്നുള്ളവർക്ക് ചിലപ്പോൾ ദ്വാരക്കും. അങ്ങനെ ദ്വാരക്കുമ്പോ ഈ ദിക്റ് മുടക്കണ്ടെന്നല്ല, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് പിന്നെയും ചൊല്ലാലോ. എന്നാ പള്ളിയിൽ നിന്ന് പോന്നു നിർത്തിയിട്ട് മുടങ്ങണ്ടേയില്ല. അപ്പോഴുണ്ടല്ലോ നാവുകൊണ്ട് കൈയിന്റെ വിരലുകൊണ്ട് കൂട്ടി ചെല്ലാലോ. ചെല്ലാനുള്ളൊരു തൗഫീഖും മനസ്സൊന്ന് വേറെ.